ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് കപ്പയും മീൻകറി ഉണ്ടാക്കിയാലോ? 1 കിലോ കപ്പ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തത് ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ വെച്ച് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിക്കുക. ഞാനിവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും അടികട്ടിയുള്ള പാത്രം ഉപയോഗിച്ച് കപ്പ ഉണ്ടാക്കാവുന്നതാണ്. കപ്പ ഇപ്പം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം വെള്ളം കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ചൂടുവെള്ളവും കൂടെ ചേർത്ത് കപ്പ നന്നായിട്ട് ഒന്ന് ഇളക്കി കോരിയെടുക്കുവാണേ. കപ്പയ്ക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാനായി ഒരു മിക്സിയിലോട്ട് 4-5 ഉള്ളി, 3 വെളുത്തുള്ളി, 4-5 മുളക് നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിന് പാകത്തിന് ചേർക്കാം കേട്ടോ. പിന്നെ 1/2 കപ്പ് തേങ്ങ, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കാം. ഇനി നമുക്ക് കുക്കറിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും ഈ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വേവിക്കാം. ഇവിടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. മീൻകറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ, ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് ചതച്ചെടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് മാറ്റി വയ്ക്കാം. തക്കാളി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞും മാറ്റി വയ്ക്കാം. ഞാനിവിടെ മീൻകറി സ്റ്റീൽ പാത്രത്തിലാട്ടോ ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിൽ മൺചട്ടിയില്ല. അപ്പോൾ പാത്രം അടുപ്പിൽ വെച്ച് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് കടുകിട്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വാടി മൂത്ത് വന്നു കഴിയുമ്പം നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർക്കാം. മസാല നല്ല മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു കുറച്ച് സമയം മൂടി വെച്ച് വേവിക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്നതിന് വേണ്ടി. മസാല നല്ല മൂത്ത് വന്നതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പും ഇട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 250 ഗ്രാം കേര മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ലോ ഫ്ലെയിമിൽ മീൻ നന്നായി വേവുന്നത് വരെ വയ്ക്കാം. ഇപ്പം മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഇതിൻ്റെ മുകളിൽ തൂക്കി കൊടുക്കാം. അതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. അപ്പം നമ്മുടെ അടിപൊളി കപ്പയും മീൻ കറിയും റെഡി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.